പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് ഈശോൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അവസാനം പരിശുദ്ധാത്മ എന്നാ പറഞ്ഞത്? അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ആവസിക്കുകയാണ്. അത് വലിയ ഒരു വെളിപാടാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷപ്പെടേണ്ട വഴി നമുക്ക് ഉപദേശിച്ച് തരാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് കഴിയും. അപ്പോൾ നിനക്ക് പല കോംപ്ലിക്കേഷനാണെന്ന് വിചാരിച്ച പല വിഷയങ്ങളാണ്. എവിടെ തുടങ്ങണം, ആരും നമ്മളെ ഉപദേശിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയതല്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഈശോ വെളിപ്പെടുത്തി? എൻ്റെ ദൈവത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഈശോനെക്കുറിച്ച് നമ്മളെ വെളിപ്പെടുത്തിയാൽ ആ വെളിപാട് കേട്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പം മോസസ് ദൈവത്തോട് എന്താ പറഞ്ഞത്? മോസസ് ദൈവത്തോട് എന്നാ പറഞ്ഞത്? വഴിമുട്ടി, മൊഴിമുട്ടി, ഗതിമുട്ടി അസ്തപ്രജ്ഞനായി നിന്നുപോയ ഒരു പുറപ്പാട് കാലം മോസസിന് അവകാശമായി വന്നിട്ടുണ്ട്. ഉറക്കമില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. മുമ്പിലാണെങ്കിൽ പുറപ്പാട് വഴികളിൽ ജെറീക്കോ കോട്ട, രാക്ഷസ കോട്ട നിൽക്കുന്ന, പുറപ്പാട് വഴികളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന, ജനങ്ങൾക്കാണെങ്കിൽ പട്ടിണിയാണ്. എന്ത് ചെയ്യണമെന്ന് മോസസിന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ മോസസ് കണ്ണീരോടെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി നീ എനിക്ക് കാണിച്ചു തരണമേ. അതാണ് വഴി, ജ്ഞാനം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതാണ് പുറപ്പാടിൻ്റെ 33:12. പുറപ്പാട് 33:12. ഞാൻ നടക്കേണ്ട വഴി. മോസസിനെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദിവ്യകുർബാനയോട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന് ധ്യാനം കൂടുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, മോസസിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജ്ഞാനം എന്നിലേക്ക് ആവസിച്ച് ആ ജ്ഞാനപ്രകാരം ഞാൻ നടക്കേണ്ട വഴി, എടുക്കേണ്ട തീരുമാനം എനിക്കിന്ന് വെളിപ്പെടുത്തണമേ. രാത്രിക്കുള്ളിൽ വെളിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. കൈകൾ ഉയർത്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധരൂപായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സങ്കടം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സഹനം സമർപ്പിച്ചുകൊണ്ട് പറയുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മോസസിന് ദൈവം വഴി കാണിച്ചു കൊടുത്തു. അതാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും അവിടുന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞേ. ദൈവമായ കർത്താവ് മോസസിന് തൻ്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. സങ്കീർത്തനത്തിലെ 203-ാം സങ്കീർത്തനമാണ് 7-ാം തിരുവചനം. അവിടെ എന്താ വരുന്നത് മക്കളെ? തിയറിയും പ്രാക്ടിക്കലുമാണ് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും, സിദ്ധാന്തവും പ്രയോഗവും.
ഒരേ സമയത്ത് തന്നെ അതാണ് ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന്. ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള വഴി ഇതാ. നിങ്ങൾ പോകരുതെന്ന് ഞാൻ പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നാലേ ഈ മൂട്ട കുത്തിയ പോലെ പോകരുത്. കർത്താവ് വഴി കാണിക്കാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ? ഉടമ്പടി ഉപവാസം. ഉടമ്പടി ഉപവസിക്കുന്നത് എന്തിനാണ്? അത് സങ്കീർത്തനം 32:8 എന്താ? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. കർത്താവേ, നീ എനിക്ക് വഴി ഉപദേശിച്ച് തരണവരെ ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല. ഒന്ന് പറഞ്ഞ് കർത്താവേ. സങ്കീർത്തനം 32:8 അനുസരിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും നടക്കേണ്ട വഴി, രക്ഷപ്പെടേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവായ ദൈവമേ, ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വിഷയമുള്ളത് മോശസിനെ നടക്കേണ്ട വഴി കാണിച്ചു തരണമേ എന്ന് മോശസ് പ്രാർത്ഥിച്ചില്ലേ? ഇവിടെ പ്രാർത്ഥിച്ചത് പുറപ്പാട് 33:12. അപ്പോൾ സങ്കീർത്തനം 103:7 അനുസരിച്ച് കൊണ്ട് അവൻ നടക്കേണ്ട വഴി അവന് കാണിച്ചു കൊടുത്തല്ലോ ദൈവം. പക്ഷേ എങ്ങനെയാണത് കാണിച്ചു കൊടുത്തത്? പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഈ മിനിമം പരിശുദ്ധാത്മാവിനെ പ്രിസർവ് ചെയ്യണമെന്ന് ഞാൻ പറയും. പൊട്ടത്തരാണ് പറയണത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടാണ് എപ്പോഴും നമ്മുടെ വികാരങ്ങൾ, പ്രവൃത്തികൾ, സമീപനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങളുടെ ചില നിലപാട് കാരണം പരിശുദ്ധാത്മ വിട്ടുവെച്ചും പോകരുത്. നമുക്ക് ഇത്തിരി നഷ്ടം വരും ചിലപ്പോൾ സമയത്ത്. കർത്താവുമായിട്ടുള്ള എല്ലാ കച്ചവടത്തിനും ആദ്യം നഷ്ടമായിരിക്കും. അത് ഈശോ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിലവാണ്, എക്സ്പെൻഡിച്ചറാണ്, പിന്നെയാണ് ഇൻകം വരണത്. ഇൻകം വന്നു കഴിഞ്ഞാൽ പിന്നെ നിത്യത വരെ വരുമെന്നേ ഉള്ളൂ. അതാണ് കർത്താവുമായിട്ടുള്ള ഇടപാടിൻ്റെ പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കണം. ആദ്യ കാര്യങ്ങളിൽ ഇത്തിരി നഷ്ടം ഉണ്ടാകും. അപ്പം ചില സമയത്ത് ദൈവത്തെ നിലനിർത്താൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ വേണ്ടി സഹോദരങ്ങളായിട്ടുള്ള വഴക്ക് ചിലപ്പോൾ ഒത്തുതീർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടം വരും. ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാതെ അത് സമാധാനത്തിൽ എത്തത്തില്ല. ചില കാര്യങ്ങൾക്ക് അല്പം വിട്ടുവീഴ്ച കാണിക്കാതെ സമാധാനത്തിൽ എത്തത്തില്ല. അപ്പോൾ നീ പക്ഷേ സമാധാനത്തിൽ എത്തുമ്പോൾ നീ ആരാകും? മത്തായി 5:8 അനുസരിച്ച് സമാധാനം പാലിക്കുന്നവർ അനുഗ്രഹിക്കുന്നവർ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഒരു പക്ഷേ നീ ഒരു വിട്ടുവീഴ്ച കാണിക്കുമ്പോൾ അതിൻ്റെ പേരൊരു സമാധാനം സഹോദരർക്കിടയിൽ നിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിനക്ക് നഷ്ടമാണ് വരണത്. ആ നഷ്ടം എന്തനുസരിച്ച് വരണതാണ്? 16:26 അനുസരിച്ച് വരുന്നതാണ്. ഇനി അനുഗമിക്കാൻ ആഗ്രഹിക്കണവൻ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, കൂടെ വരിക. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടം കർത്താവിൻ്റെ വചനത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതിയാണ് ഈ നഷ്ടം വരുത്തുന്നതെങ്കിൽ എന്താ സംഭവിക്കണം? അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടായാൽ നീ ആരായി മാറും? 5:8 അനുസരിച്ച് മാറും. എന്താണ്? ദൈവത്തിൻ്റെ മകനായി മാറും, ദൈവത്തിൻ്റെ മകളായി മാറും. ദൈവത്തിൻ്റെ മകനുമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. അങ്ങനെ അവകാശികൾക്ക് മാത്രമേ മക്കൾക്കടുത്ത പ്രാർത്ഥന ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പേര് ദീപാരാജ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെങ്ങന്നൂർ പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 6-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യത്തെ നിയോഗം എൻ്റെ മകനൊരു ജോലിക്കാര്യമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ഒരിതായിരുന്നു. മകന് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു. മോന് ഇപ്പോൾ 28 വയസ്സുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. 3-ാം നാൾ മുതൽ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തുടങ്ങി. മകൻ്റെ ജോലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 10-20 നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ
മോൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കങ്ങനെ ഇരിക്കുക പീരിയഡായി. അന്നേരം നമുക്കറിയത്തില്ലല്ലോ, അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ 8 ദിവസം ഉടമ്പടി പ്രാർത്ഥനയും ഒന്നും ചൊല്ലിയില്ല. വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു, മോളെ അതിന് കുഴപ്പമൊന്നുമില്ല, കുളിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തോളാമെന്ന്. അടുത്ത പ്രാവശ്യം വീണ്ടും ആയപ്പോൾ കുളിച്ചിട്ട് ചെയ്തെങ്കിലും എനിക്ക് അശുദ്ധം പോലെ, അയ്യോ മാതാവ് പരിശുദ്ധയാണല്ലോ, അശുദ്ധയാകുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ 3-ാമത്തെ മാസം മുതൽ എനിക്ക് പീരിയഡ് ഇല്ല. ഇവിടെ വരുമ്പോൾ 3 മാസമായിട്ടും പീരിയഡ് ഒന്നുമില്ല. ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. സന്ധ്യ ആയപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല. തല കറങ്ങി വീണ് മരിച്ചു പോകുന്ന അവസ്ഥയായി. അന്നേരത്തേന് എൻ്റെ മൂത്ത ഒരു മകനുണ്ട്. അതിന് ശേഷം 2ാമത്തെ ഇരട്ട ആമക്കളാണ്. അവർ 2 പേരുടെ സ്കൂട്ടറിലിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉടൻ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ട് 2-3 ഇഞ്ചക്ഷൻ തന്ന് കിടത്തുകയും ചെയ്തു. അതിന് ശേഷം ഉടനെ പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ നടത്തണമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ 2 ഓവറിയിലും ഓരോ മുഴയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് 2 ഓവറിയും എൻ്റെ യൂട്രസും എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാണ്. പുള്ളിയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കല്ല, എൻ്റെ മാതാവും തിരുകുമാരനേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കാൻ മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം വേറെ ഒരു ഡോക്ടറിനെ കൂടി ഒന്ന് ചെന്ന് കാണാൻ. ഈ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിച്ചു ഓണത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന്. ഡോക്ടർ പറഞ്ഞു ഓണവും ക്രിസ്തുമസും എല്ലാം ഇങ്ങനെ വന്നു പോകും, എത്രയും പെട്ടെന്ന് യൂട്രസ് ഓവറിയും എടുക്കണമെന്ന്. കാരണം എന്നെ നോക്കാൻ ആരുമില്ല, 3 മാസം ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ ഇരിക്കുക ചെറിയനാട് ഒരു ഡോക്ടർ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു, മോടെ ആരോഗ്യനില തീരെ വഷളാണല്ലോ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അന്നേരം ഓപ്പറേഷന് മുമ്പേ ടെസ്റ്റ് ചെയ്ത് എല്ലാ റിപ്പോർട്ടിലും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ. നാളെ എൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ചോദിച്ചു, മോളെ നിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത്, ഹസ്ബൻഡാണോ മോനാണോ എന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ മോനാ വന്നിരിക്കുന്നത്. ഡോക്ടർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ എടുത്തു. ഉടനെ ബുക്കിംഗ് ചെയ്തു. ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ പേര് ലളിതാംബിക, നമ്മുടെ മാതാവിൻ്റെ പേര് മരിയാംബിക. പെട്ടെന്ന് തന്നെ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു. ആലപ്പുഴയിൽ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു പാപ്സ്മിയർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന്. ഈ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ജോസഫ് അച്ഛനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശി വയറിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങളും മേടിച്ചുകൊണ്ട് പോയി. എനിക്കൊരു കാശ് രൂപം നൽകി. അത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ സ്കാനിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ടിൽ സൂക്ഷിച്ച് ഞാൻ പോയി എൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തിയപ്പോൾ എനിക്കെല്ലാം നോർമലാണ്, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പീരിയഡ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുക 2 മാസവും അതുപോലെ തന്നെ 20 ദിവസവുമായി. ഞാൻ ജപമാല റാലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടിൽ. രാത്രി 10 മണിയായി. എല്ലാം എൻ്റെ പുതിയ ചുരിദാറ്, ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം എനിക്ക് മാതാവ് പുതിയത് തന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. രാത്രി 10 മണിയായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നമുക്ക് ജപമാല റാലിക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയും എല്ലാം ബുക്കിങ് ചെയ്തു. 2 മാസവും 20 ദിവസവും വരാത്ത പീരിയഡ് അന്ന് രാത്രിയിൽ എനിക്ക് വന്നു. ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്തോ എനിക്ക് തന്നത് ഞാൻ റാലിക്ക് വരാൻ ഒരുങ്ങിയതാണല്ലോ, നീ എന്നെ എന്താ ഈ ചെയ്ത? അന്നേരം മാതാവ് അടയാളം തന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എൻ്റെ റാലിക്ക് വരുമോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ 100% മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇവിടെ വന്ന് വെളിയിൽ മാല ചാർത്തി മെഴുകുതിരി മേടിച്ച് കൊടുത്തു. ഈ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ റാലിയിൽ പോയി. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടൽ തീരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും
ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് വരുവാണേലും കടൽ തീരത്ത് കിടക്കുവോ, ആംബുലൻസിൽ പോകുമോ, എന്ത് വേണേലും ചെയ്തോട്ട്, പക്ഷേ ഞാൻ മാതാവിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കടൽ തീരം കഴിഞ്ഞ് നമ്മളൊരു കാട് പോലെയുള്ള ഒരു വഴിയുണ്ട്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സാറാമ്മയും കാർത്തികേനും പറയുന്നത് 2 ഫ്രണ്ട്സ്. അവരെൻ്റെ ദൃക്സാക്ഷികളാണ്. ഞങ്ങളതിൽ അങ്ങോട്ട് കയറി. അന്നേരത്തിന് റാലി അപ്പുറത്തെ വഴിക്കൂടെ പോയി കയറി. ഇപ്പുറത്തൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അറുത്തുങ്കൽ പള്ളിയാണ്. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, നല്ല മുടിയും ചിരിച്ചോണ്ടുള്ള മോഹം. എൻ്റെ കൂട്ടുകാർ 2 പേരും കണ്ടത്. അവർ ദൃക്സാക്ഷികളാണ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നത് ആരാണെന്ന്. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പോകുന്ന വഴി തെറ്റാ, ഒരു പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്, അവിടെ അപകടമാണ്, അതുവഴി ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാനെന്ന്. ഞങ്ങൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം വീണ്ടും അത് എതിലെയാണ് വന്നതെന്ന് അറിയത്തില്ല, കടലിൽ കൂടിയാണോ എങ്ങനെയാണെന്ന്. ഒരു കൈലി ഉടുത്തിട്ടുണ്ട്, താഴെ വരെ നീല കളറിലൊരു കൈലിയാണ്, കളങ്കളമുള്ള മുടിയും ഉണ്ട് നല്ലപോലെ. വന്നിട്ട് വീണ്ടും പറഞ്ഞു അത് തെറ്റായി, ഇതുവഴി പോകും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ നടന്നു വന്നു. തിരിച്ചു പോയിട്ട് 3ാമത് വന്നു, വാ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് 3 പേരുടെയും കൂടെ വന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാന്ന്. പുഞ്ചിരിച്ച മോഹമാണ്, പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി റാലിയിലോട്ടാക്കുകയും ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇവർ എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മുമ്പ് പോയിക്കോട്ടെ, ഞാൻ ഓടിച്ചെന്ന് കയറിയാൽ മതിയല്ലോ. ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്ന്. മാതാവ് പറഞ്ഞു, നീ പോയി നോക്കതാരാണെന്ന്. ഓടിച്ചെന്ന് പുറകിൽ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയെന്ന്, മുമ്പിൽ പോയോ പുറകിൽ പോയോ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി വന്ന് 2 ബസ് ആലപ്പുഴ. ഞങ്ങൾക്ക് തിരിച്ച് കൃപാസനം പള്ളി വരണ്ടല്ലോ, ആലപ്പുഴയ്ക്ക് വന്നാൽ മതി ചെങ്ങന്നൂർ വരാൻ വേണ്ടി. 3 പേരും ബസ്സിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ 2 ബസ്സിലും കയറാൻ പറ്റുന്നില്ല. 3ാമതൊരു ബസ് വന്നു. അത് കൃപാസനം പള്ളി വന്നിട്ട് നമ്മുടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ്. അന്നേരം ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഇറങ്ങേണ്ടി ഒരു കാര്യവുമില്ലല്ലോ. വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാതെയായി, ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയായി. പണ്ട് എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഛർദ്ദിലാണ്. ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ടുണ്ട് 2ാമത് ഞാൻ വന്നത്. എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇന്ന് എൻ്റെ ഛർദ്ദിലും പരിപൂർണമായിട്ട് മാറി. വീണ്ടും ആ പണ്ടത്തെ ഓർമ്മ വന്നു. എൻ്റെ ബാഗും പേഴ്സും ഫോണും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സാറാമെന്ന് പറയുന്ന ആളിൻ്റെ കൊടുത്തിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന തുണിയും ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. കണ്ടക്ടറിനോട് പറഞ്ഞു വണ്ടി നിർത്ത്. കണ്ടക്ടർ വണ്ടി നിർത്തിയില്ല. വീണ്ടും ഛർദ്ദിൽ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഹത്തോട്ട് ഛർദ്ദിലെല്ലാം വീണെന്നേ. പക്ഷേ പുള്ളി വണ്ടി നിർത്തിയില്ല. ഈ കൃപാസനം പള്ളിയുടെ ഇപ്പറേ ഞാൻ വരുന്നത് അപ്പുറത്തൂടാ. 2ാമത് വന്നപ്പോൾ അപ്പറേ എന്നെ മാതാവ് ഇറക്കി. ഒരു കുഴപ്പവും ഇല്ലാതെ, ഛർദ്ദിലും ഒന്നുമില്ലാതെ. റാലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ അപ്പറേ ഇറങ്ങി. അവിടെ എല്ലാം കുറേ പൂഴി മണ്ണ, കടൽ തീരത്തുനിന്ന് കയറി വരുന്ന പോലെ. അവിടുന്ന് വന്നതുപോലെ തന്നെ എന്നെ ഓടുന്ന ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്നെ ഞാൻ ആ പൂഴി മണ്ണിൽ കൂടി എല്ലാം നടന്ന് ചവിട്ടി കയറി നേരെ ഇതുവഴി വന്നു. എന്നെ ഇനി പള്ളി കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ആ 7 സാക്ഷ്യങ്ങൾ സാധിച്ച് ഞാനൊന്നും പറയാതിരിക്കുമായിരുന്നു. നീ പോയിട്ട് ഈ സാക്ഷ്യം പറയാൻ മാതാവ് പറഞ്ഞു. ഇവിടെ കടൽ തീരത്ത് കണ്ടത് സാക്ഷ്യം ഇറങ്ങി പറയാന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പറേ ഒരു ചേച്ചിയുണ്ട് ചായ വിൽക്കുന്നത്. ആ ചേച്ചിയുടെ കസേരയിൽ പോയി തല താത്തിട്ടിരുന്നു. ഈ കൃപാസനം പള്ളി വന്ന ചേട്ടനോടും ചേച്ചിയോടും എല്ലാം ചോദിച്ചാൽ എനിക്കൊരു ഛർദ്ദിലിൻ്റെ ഗുളിക തരുമോന്ന്. അവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ചേച്ചി ഇവിടെ ഇരിക്കുക, ഞങ്ങളിവിടെ നോക്കട്ടെ മെഡിക്കൽ സ്റ്റോർ വല്ലതും ഉണ്ടോന്ന്. അവർ പോയപ്പോഴത്തേനാ ചായക്കടയിലെ ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ല. ആ ചേച്ചി എന്നോട് പറയാം, മോൻ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നേറ്റ് മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഛർദ്ദിലും എല്ലാം മാറ്റി എന്നെ വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എത്തിക്കണേന്ന്. അന്നേരത്തേന് ഫ്രണ്ട്സ് 2 പേരും ഓടി വന്നിട്ട് പറഞ്ഞു ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒന്നുമില്ല, ചേച്ചി വാ നമുക്ക് വല്ലതും കഴിക്കാം. ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും വന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ. അന്നേരം അവിടുന്ന് എന്നെ മാതാവ് എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെളിയിൽ പൂമാല ചേർത്തുന്ന മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഛർദ്ദിൽ മാറ്റിത്തരണേന്ന്. മാറ്റിത്തന്നു. എനിക്ക് എൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ എല്ലാ രൂപങ്ങളും വരാറുണ്ട്. ഈ 11ാമത്തെ
അൾത്താരയിലെ മാതാവ് വന്നിട്ടുണ്ട്, 13-ലെ മാതാവ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃദയമാണ് വരുന്ന, ഹാർട്ട്. ഞാൻ ഒരു ഗവൺമെൻറ് ആശുപത്രി പേശിത പ്രവർത്തനം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുകയാണ്. അതിലൊരു ക്രിസ്ത്യൻ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോളെ ഇത് മാതാവിൻ്റെ വിമല ഹൃദയമാണോ യേശുവിൻ്റെ തിരുഹൃദയമാണോ? ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഹിന്ദുവായി, എനിക്ക് അറിയത്തില്ലെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് തിരുകുമാരനോട് ചോദിച്ചു, ഇതാരുടെ ഹൃദയമാണ്? ഉടനെ എനിക്ക് തീ കത്തുന്ന മെഴുകുതിരിക്കകത്ത് കുരിശ് വന്നു. എന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് തിരുകുമാരനുമായിട്ട് അടുപ്പിക്കുമായിരുന്നു. അന്ന് അവിടെ ജപമാല റാലി കണ്ടത് അത് ഈശോയായിരുന്നു, ജീവനോട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. എനിക്കതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും, ഒരു കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു, ഭയങ്കര കടബാധ്യതയുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ പകുതി മുക്കാലോളം മദ്യപാനം മാറി. അതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ നിയോഗം. എനിക്ക് മെഴുകുതിരിക്കകത്ത് എല്ലാ രൂപങ്ങളും വരും. യേശുവിനെ മുൾക്കിരീടം അണിയിച്ച് കൊണ്ടുവന്ന കുരിശി തറച്ച് കിടക്കുന്നത് ഹൃദയം തന്നെ ഹൃദയം വരുന്നു. ഒരു ദിവസം എനിക്ക് മെഴുകുതിരി തീർന്നു പോയായിരുന്നു. അന്നേരം ഞാൻ, മാതാവേ മെഴുകുതിരി ഇല്ലാതെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വീട്ടിലിരുന്ന് ഒരു മെഴുകുതിരി എടുത്ത് വെള്ളം മെഴുകുതിരി വെച്ച് കത്തിച്ചു. ഉടനെ അതിൻ്റെ അകത്ത് എനിക്ക് ഹാർട്ട് വന്നു. എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് മാതാവിൻ്റെ കൂടെയുണ്ട്. ഇത് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതെനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൽ ക്യാമറ ഇല്ല. ഞാൻ എൻ്റെ മോനെ വിളിച്ചാണ് എൻ്റെ ഇതെല്ലാം ഫോണിലെടുക്കുന്നത്. ഈ ഫോണിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട്. കൃപാസന മാതാവ് വന്ന് പറഞ്ഞ, ഞാനാ എൻ്റെ മോനുമായിട്ട് നിന്നെ കൊണ്ട് ഞാൻ അടുപ്പിച്ചതെന്ന് അത് പറയാനാണ് മാതാവ് വന്നത്. എന്ത് അടയാളം തന്നാലും ഇപ്പോൾ എനിക്കറിയാം. പിന്നെ എനിക്ക് റാലി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് നോർമൽ പീരിയഡാണ്. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും, ഒരു ബുദ്ധിമുട്ടും, ഒരു ഓപ്പറേഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ രീതിയിലും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടുതലും. വിളിച്ചാൽ വിളിപ്പുറത്ത് ജീവനോടെ വന്നിനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ മെഴുകുതിരി കത്തിച്ച് സത്യം ചെയ്തിരിക്കുക, മരിക്കുന്നിടം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും ജീവിക്കുന്നത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം. പേശിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നിൽ നിന്നും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ആരും മേടിക്കാതിരിക്കത്തില്ല, എല്ലാവരും മേടിച്ച് നന്ദിയായിട്ടാണ് സ്വീകരിക്കുന്നത്. പിന്നെ പേശിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതുവരെ ഞാൻ പൊതിച്ചോറ് ഒന്നും കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വന്ന് ആര് കൈ നീട്ടുന്നു അവർക്ക് എന്നാൽ കഴിയുന്ന പൈസയുമായിട്ടുള്ള സഹായം ഞാൻ ചെയ്യാറുണ്ട്. എവിടെ ഞാൻ പോയാലും ഒരാളെന്ന് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും. ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ 20 ആണെങ്കിൽ 20, 50 ആണെങ്കിൽ 50 അതെടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള പേശിത പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. ഇപ്പം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതേ ഉള്ളൂ. ഇതിനോടുകൂടി ഞാൻ വെച്ച് എല്ലാ നിയോഗങ്ങളും സാധിക്കും. പേരട്ട മക്കൾക്കാണെങ്കിൽ അവർക്കും കയറിപ്പോകാനുള്ള പേപ്പറും എല്ലാം കൊടുത്തു വെച്ചിരിക്കും. അവരെയും കൊണ്ട് ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അതുപോലെ തന്നെ ഈ 2-3 പേരെ നേരിട്ട് ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന് എടുപ്പിച്ചു. അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളാണ്. യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനവും ആരാധനയും എല്ലാം കൂടാറുണ്ട്. പ്രാർത്ഥനയെല്ലാം കറക്റ്റ് 5:15 ആകുമ്പോൾ രാവിലത്തേതും വൈകിട്ടത്തേതും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അതിനുശേഷം എനിക്കിപ്പോൾ നല്ല ധൈര്യവും നല്ല ശക്തിയും എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അനുഗ്രഹിച്ചേക്കുവാ, എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും നൽകുന്നത്. ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഉടമ്പടി ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഇടാറുണ്ട്. ഇനിയും 5-6 പേർ എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങളുടെ അവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് കുഞ്ഞുമോൻ. ഞാൻ കൊല്ലം ജില്ലയിൽ പാവമ്പായിലാണ്, മാവേലിക്കര രൂപതയിലാണ് എൻ്റെ ഇടവക, പാവമ്പായ ഇടവക. 23/2/2023 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിലിരിക്കെ 3 കൂട്ടം കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. 1 വർഷമായിട്ട് എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഒരു ജോലിക്ക് വേണ്ടി 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് ചെയ്യുവാൻ സാധിച്ച്.
ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ സാധിച്ചു. ആ ബിസിനസ് ഇന്നും കണ്ടിന്യൂ ആയിട്ട് നല്ലതായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉപ്പും തേനും ഉടമ്പടി വസ്തുക്കളായ യൂട്യൂബ് ആരാധനയിൽ കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. രണ്ടാമതായിട്ട് 10 വർഷമായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ ഭയങ്കര ഭയമായിരുന്നു. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുകയും വണ്ടി ഓടിച്ച് ഉടമ്പടി റാലിക്ക് വരികയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചപ്പോൾ എല്ലായിടം പോവുകയും വരികയെല്ലാം ചെയ്യും. നല്ല ധൈര്യം കിട്ടി. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. യൂട്യൂബ് ആരാധനയിൽ കൂടുകയും ചെയ്യുമായിരുന്നു. മൂന്നാമതായിട്ട് ഞാൻ പള്ളിയിൽ ശുശ്രൂഷയ്ക്കൊന്നും പോകാറൊന്നുമില്ലായിരുന്നു. പള്ളിയിൽ മതുവായി ശുശ്രൂഷയ്ക്ക് കയറണമെന്ന് പറഞ്ഞ് അച്ഛൻ വളരെ അധികമായിട്ട് ആളില്ലാത്തതുകൊണ്ട് ഒരു വഴക്കുണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഭയവും ഒരു ജഡീകമായ ആഗ്രഹത്തിയൊക്കെ ദൈവികമായ ഒരു കൃപയില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന 2 പേരും മുടങ്ങിപ്പോയി. പിന്നെ മതുവായിക്കകത്ത് നിൽക്കാൻ ആരുമില്ലായിരുന്നു. അച്ഛൻ എന്നെ പിടിച്ചുകൊണ്ടുപോയി മതുവായി നിർത്തി. ഇപ്പം ഞാൻ നല്ലൊരു ശുശ്രൂഷനായിട്ട് ഇടവകയിൽ ജോലി ചെയ്യുന്നു. പള്ളിയിൽ പ്രാർത്ഥനയിലും എല്ലാം നല്ലതായിട്ട് മുമ്പോട്ട് പോകുന്നു. മൂന്നാമത്തെ എൻ്റെ ഒരു കട 5 വർഷമായിട്ട് ബന്ധായി കിടന്നതായിരുന്നു. എല്ലാവരും വന്ന് വാടകയ്ക്ക് എടുക്കും. വാടകക്കാരെല്ലാം പോവും, അല്ലെങ്കിൽ വാടക സമയത്ത് തരാതിരിക്കും. അവരെയെല്ലാം ഞാൻ കാലിയാക്കി വെച്ച് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ച് നിയോഗമായിട്ട് വെച്ച് എൻ്റെ കട നല്ലതായിട്ട് പോകാൻ വേണ്ടി ആരെയും കൊണ്ടുവരണമെന്ന് ഞാൻ തന്നെ പോയി ഒരാളെ കണ്ടുപിടിക്കുകയും അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ഞാൻ വരാം, കട തുടങ്ങാം, എനിക്ക് അവിടെ ഇരിക്കാനൊരു സ്റ്റാഫിനെ വേണം, അത് നിങ്ങൾ തന്നെ ഇരിക്കാമെങ്കിൽ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കട അവിടെ ആരംഭിച്ച് അത് നല്ലതായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അതിന് പോയത്. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ബുധനാഴ്ചക്കകം ഒരു സ്കൂട്ടർ പോകും. ഇപ്പം 3 മാസം ആയുള്ളൂ തുടങ്ങിയിട്ട്. 5 സ്കൂട്ടർ പോയി. 5ാമത്തെ സ്കൂട്ടർ പോകുമ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു അമ്മ മാതാവിൻ്റെ മുമ്പ്. പക്ഷേ സാക്ഷ്യം പറയാൻ കഴിഞ്ഞ മാസമാണ് 5ാമത്തെ സ്കൂട്ടർ പോയത്. ഉടമ്പടി പുതുക്കുമ്പം ചെയ്തോളാമെന്ന് വിചാരിച്ചു. ഉടമ്പടി പുതുക്കാനും പറ്റാതായി. ഒരു സ്റ്റാഫിനെ അവിടെ വെച്ച് ആ സ്റ്റാഫ് ഞാനും ഒരുപോലെ ചുട്ടിയെടുത്ത് കളഞ്ഞു, അവധിയെടുത്ത്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി തടസ്സം വന്നാൽ അതാണ് താമസിച്ചു പോയത്. ഇപ്പോൾ അത് നല്ലതായിട്ട് നടക്കുന്നു, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് 10 വർഷമായിട്ട് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖവും ഇപ്പം ഉടമ്പടി തേയിലും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി അതിനും മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട്. അവരെ ഈ 3 വർഷത്തിനിടെ 2 വട്ടം പോയി കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ മാസവും അവരെ പോയി കാണും, ആഹാരത്തിന് എന്തെങ്കിലും പൈസ കൊടുക്കും. പള്ളി ശുശ്രൂഷയ്ക്കൊക്കെ വരാൻ മുടങ്ങി വയ്യാതിരിക്കുന്ന ആൾക്കാരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്ന് പള്ളി കുർബാനയിൽ കൂട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ചെയ്ത പള്ളിയിൽ നിത്യാരാധന ആൾക്കാർ കുറവായിരുന്നു. ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പം 10ഉം 15ഉം പേരൊക്കെ വരുവുള്ളായിരുന്നു. 4ാമത്തെ ഉടമ്പടി ഞാൻ വെച്ചായിരുന്നു കൂടുതൽ ആൾക്കാർ വരുവാൻ വേണ്ടി. ഇപ്പോൾ 10ഉം 40ഉം പേര് വന്ന് കുർബാന കൊള്ളുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിലും അതുപോലെ തന്നെ ആൾക്കാർ കുറവായിരുന്നു. നല്ല രീതിയിൽ അവരും വന്ന് പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്. അങ്ങനെ മക്കൾക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നന്മകൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ 1000 നന്ദികൾ.